നീ പേടിച്ചു പോയോ? ഇല്ല. പിന്നെ കുത്താൻ വരുന്ന പശുവിനെ പോലെ തിരിഞ്ഞതോ? വെറുതെ എന്നെ ചുണ്ടു പഠിപ്പിക്കരുത്. ഞാൻ പിന്നെ വായി വരുന്നൊക്കെ പറയും, വഴക്കാവും. നീ ഭയന്നു പോയോന്നാണ് വാസുവിന്റെ ചോദ്യം. കൂടെ മാറുന്ന സ്ഥലത്തേക്ക് ആണുങ്ങൾ കുനിഞ്ഞു നോക്കിയാൽ പിന്നെ ഞെട്ടിപ്പോകാതിരിക്കും. ആണുങ്ങളോ? അതിനിവിടെ ഇപ്പൊ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ആണല്ലെന്നാണോ പറയുന്നത്? അതല്ല വാസുവിന്റെ ചോദ്യം. ഞാൻ ഒഴികെ മറ്റൊരുത്തരെ ഇവിടെ വരാനില്ലെങ്കിൽ പിന്നെ നീ എന്തിനു ഭയന്നു? അതോ വേണ്ടാത്ത പറഞ്ഞ എനിക്ക് പിടിക്കില്ല കേട്ടോ. ഭാര്യയും ഭർത്താവും സ്വന്തമാണല്ലോ എന്ന് കരുതി പെരുവഴി വെച്ചാണോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പെണ്ണല്ലേ, വിശ്വസിക്കാൻ കൊള്ളൂല. വാസു വെറും ഡ്രൈവറാ. ആള് വേറെ ആരെങ്കിലും എന്നാ നിന്റെ അന്ത്യം നോക്കിക്കോ. ഇന്നെന്താണ് പഠിച്ചത്? ഒരു സിംഹത്തിനെ മുയൽ തോൽപ്പിച്ച കഥ. ഇത് എന്ത് ജന്തുക്കളാ മോളെ? അയ്യേ, ഈ ചേട്ടനെ ഒന്നും അറിയില്ല. ജന്തുക്കളായത് പിന്നെ ഒരു ആണും ഒരു പെണ്ണും. ഇതാണ് അയാൾ ചീത്തിയ തമ്മിൽ തല്ലും. അതിനാ കയ്യിലിരിക്കുന്ന വടി. ഇവളുടെ കയ്യിൽ എന്തായിരിക്കുന്നത്? ചൂല്. എപ്പോഴും വഴക്കാവര്. മുട്ടയെന്നങ്ങ് വിടുന്നില്ല. അതിനു മുമ്പ് ആണും പെണ്ണും ചൂലും വടി. എങ്ങനെ തോന്നാണ്ടിരിക്കും? വന്ന് ഊണ് കഴിക്കാൻ പറ. ചേട്ടാ, വന്ന് ഊണ് കഴിക്കാൻ. നീ എന്നെ ഒന്ന് ക്ഷണിക്കാൻ. അങ്ങനെ പിള്ളേരെ വിട്ട് വരുത്തനെ വിളിക്കുന്ന പോലെ വിളിച്ചാ അത് വന്ന് നിന്നാൻ വാസുവിനെ കിട്ടൂല. ഈ വാസുവിടെ അന്യനാണോ എന്നാണ് ചോദ്യം. ചേച്ചി, എന്നെ വഴക്ക് പറയുക. വന്ന് ഊണ് കഴിക്കണം. എനിക്കൊന്ന് ഉറങ്ങണം. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനുള്ളതാ. ഇന്നെന്താണ് ഈ വിശേഷം? എന്ത് വിശേഷം? അല്ല, ഒരു സദ്യയുടെ വട്ടമുണ്ടല്ലോ. ഇന്ന് കൊച്ചമ്മയുടെ മോൻ വന്നതിന്റെ വിശേഷം. അങ്ങനെ നിന്റെ കൊച്ചമ്മയുടെ മോന്റെ വിശേഷത്തിന്റെ വകയൊന്നും എനിക്ക് വേണ്ട. നിന്റെ കൊച്ചമ്മയുടെ തിന്നാനേ വേറെ ആളെ നോക്കിക്കോണം. ആരുടെ ആയാലും ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാനല്ലേ. ഹോട്ടലിൽ ചോറ് കിട്ടിയാലഞ്ഞിട്ടല്ല ഇവിടുന്ന് ഉണ്ടുന്നത്. വാസു പറഞ്ഞതാ. നിന്റെ അച്ഛനല്ലേ എന്റെ അമ്മാവൻ. അങ്ങേര് മരിക്കാൻ നേരത്ത് ഞാൻ കൊടുത്ത വാക്കാ, നിന്നെ നോക്കിക്കോളാമെന്ന്. വഞ്ചി മുങ്ങി അച്ഛനും അമ്മയും മരിച്ചപ്പോ എന്നെ നോക്കിയതാ അമ്മാവൻ. നന്ദിയുള്ളവനാ. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറച്ചായി. നിന്നോട് ശൃംഗരിക്കാനൊന്നുമല്ല വാസു ഇവിടെ വരുന്നത്. എന്നായാലും നിന്നെ ഞാൻ കെട്ടും. നീ എന്റെ മുറപ്പെണ്ണാണേ, എന്റെ മുറപ്പെണ്ണ്. പക്ഷേ ദരിദ്ര കല്യാണത്തിനൊന്നും വാസുവിനെ കിട്ടൂല. വാസു പൊന്നുണ്ടാക്കും, പണമുണ്ടാക്കും. നിന്നെ രക്ഷിക്കാനുള്ള കെൽപ്പുണ്ടാകുമ്പോൾ വാസു വരും. വാതിലടച്ചോണം കേട്ടാ.
വാഴടച്ചോളാം കേട്ടോ. അല്ലെ വാതിലേ സന്ധ്യ, നീ വരാത്തത് എന്ത് സന്ധ്യ? മാടപ്രാവേവാ കള്ളും കൊണ്ടുവാ, നീ തരുന്ന കള്ള് വാ വാ. കിളിച്ചേട്ടാ, ചേട്ടൻ തമാശ കളിക്കാൻ എത്ര നേരമായിരുന്നോ ഞാൻ നിന്നെ കാത്തി ഇരിപ്പിവിടെ. അയ്യോ വെളുത്തമ്മേ, റിവേഴ്സല്ലേ? ഞാൻ പോവാ, അച്ഛൻ ഷാപ്പിംഗ് വരാറായി. നീ ഇങ്ങനെ ജെർക്ക് ചെയ്താ എന്റെ സ്റ്റിയറിംഗ് ബാലൻസ് പോകുന്നു. ആ പോയിക്കോ പോയിക്കോ, ഞാനേ സെക്കൻഡ് ഷോയ്ക്ക് അതുവഴി വരും. നമ്മുടെ സ്ഥലത്ത് കാത്തിരിക്കണം കേട്ടോ. ഞാനോ എടി ഞാനോ ചേച്ചി ജോലിക്ക് പോയി ചേട്ടാ. അയ്യോ ആശാനെ നിർത്തോ നിർത്തോ, ആശാനെ നിർത്തോ, ഞാൻ വരട്ടോ, നിർത്തോ, അയ്യോ നിർത്തോ ആശാനെ. എടാ നീ ബോഡിക്കകത്തല്ലായിരുന്നോ കിടക്കാറ്? അതെ ആശാനെ, ഇന്നലെ ഞാൻ അകത്തായിരുന്നു. കുറെ നേരം അകത്ത് കിടന്നപ്പോ വല്ലാത്ത ചൂട്, പിന്നെ ഞാൻ പുറത്തേക്ക് പോയി. ഞാൻ അടിയിലായിരുന്നു ആശാനെ. എടാ നീ ഇന്നലെ ഗൗതമെ കണ്ടോടാ കിളി? ആശാനോട് ഈ കിളി നുണ പറയില്ല, എനിക്ക് അവളെ കാണാതെ ഉറക്കം വരില്ല ആശാനെ. അപ്പൊ നമ്മള് ദൂരെ ലൂറിന് പോകാറുള്ളപ്പോഴോ? അപ്പൊ ഒന്നും ഞാൻ ഉറങ്ങാറില്ല ആശാനെ. ആശാനെ ഞാൻ അവളെ കെട്ടുവാ.